നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഒരു റാറ്റ് ടു റിച്ചസ് സ്റ്റോറി ബിസിനസ് വേൾഡിൽ. അതിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു യാത്ര ജീവിതത്തിൽ തുടങ്ങി ഇന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും സ്വന്തം ടീമിനെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അത് മറ്റാരുമല്ല, കോയമ്പത്തൂരും യു എയിലും അതിഗംഭീരമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓണറായിട്ടുള്ള എം ഡി ആയിട്ടുള്ള മിസ്റ്റർ സുധീർ സാറാണ്. സോ ഈ ഒരു ഡിസ്കഷനിലേക്ക് സുധീർ സാറിനെ ഞാൻ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം. യെസ് സാർ. അപ്പോൾ ഇന്ന് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ 11X കോച്ചിങ് സാറിൻ്റെ ടീമുമായിട്ട് ഫിസിക്കലി നമുക്ക് ഇന്ന് കൊച്ചിയിൽ വെച്ച് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്കും വളരെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ എപ്പോഴും മലയാളത്തിലാണല്ലോ നമ്മൾ ടീം മെമ്പേഴ്സിനൊക്കെ കോച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ സാറ് മലയാളിയാണെങ്കിലും കോയമ്പത്തൂർ ബിസിനസ് ചെയ്യുന്നു. സാറിൻ്റെ ടോട്ടൽ ടീം തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ എൻജിനീയറിംഗ് ലൈഫിൽ നിന്ന് കിട്ടിയ തമിഴ് ലാംഗ്വേജ് ഇന്ന് നന്നായി യൂസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഉണ്ട്. എന്തായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? വളരെ നന്നായിരുന്നു സാർ, വളരെ നന്നായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും വളരെ അപ്പുറത്ത് സാറ് തമിഴ് സംസാരിച്ച് ഭയങ്കര ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ടീമിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു ഡെപ്ത് ഭയങ്കര വലുതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ സാറിനെ ഇപ്പോൾ മാസങ്ങളായിട്ട് മലയാളത്തിൽ കേട്ടോണ്ടിരിക്കുന്ന അവർക്ക് സാറിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു 2x ക്ലാരിറ്റി അവർക്ക് ഇന്ന് കിട്ടിയെന്നാണ് എൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയത്. അതെ അതെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിന് അറിയാം, വലിയൊരു ഗോളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ സാറ് ഷൊർണൂർ ഇളനീര് വിറ്റ് തുടങ്ങിയ ഒരു ജേണിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോറി അറിയില്ല. അപ്പോൾ ഇന്ന് സാർ ഈ ഒരു ജേണിയിൽ അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ഹാബിറ്റ്സ്, അതായത് സാറ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് എപ്പോഴുും നിൽക്കുന്നത്. അത് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ജേണി സാർ ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് പറയാമോ? അത് അന്നത്തെ സാഹചര്യത്തിൽ ബിസിനസ്സാണെന്നൊന്നും അറിയാതെ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ അതായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ ബിസിനസ്സുകാരനാവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആൻസർ. അന്ന് ആ ഒരു കച്ചവടത്തിലൂടെ ആ ഒരു ഷൊർണൂർ ഏരിയയിലുള്ള എല്ലാ ബിസിനസ്സുകാരുടെ ഒരു ഹാപ്പിനെസ്സും പെയിനും റിച്ച്നെസ്സും എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എന്നിലൊരു ബിസിനസ്സുകാരൻ ഇങ്ങനെ ജനിച്ചു വരികയായിരുന്നു. അതെ അതെ. ഞാനിപ്പോൾ സാറിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സാർ ഒരു 15 കോടിയുടെ മുകളിൽ ഒരു ടേൺ ഓവറൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ജേണിയിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ 30 കോടിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇപ്പം 30 കോടി അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ നമ്മൾ പലതും പ്ലാൻ ചെയ്ത് പോകുമ്പോഴും സാറ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇന്ന് ഒരുപാട് പുതിയ ബിസിനസ് ഓണേഴ്സ് ഇന്ന് സാറ് അന്ന് നിന്ന ലെവലിൽ നിന്ന് പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകളോട് സാറിൻ്റെ ഒരു ഇത്രയും വലിയൊരു റിച്ച് എക്സ്പീരിയൻസിൽ സാറിന് എന്തായിരിക്കും അവരോട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു തോട്ട്? വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ ടീം ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഞാൻ കൂടുതൽ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ താല്പര്യം കാണിക്കാറില്ല. എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിന് എന്താണോ ഒബ്സ്റ്റാക്കിളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ചാലഞ്ച് വരുന്നത്, അവിടേക്ക് റൈറ്റ് പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അത് അവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ടീം ഡെവലപ്മെൻറ്റിലേക്ക് ആദ്യം മുതലേ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ഐഡിയ പറയാനുള്ളത്. ഇപ്പോൾ സാറിനെ പരിചയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 2x ഗ്രോത്ത് നമുക്ക് 11X സിസ്റ്റത്തിലൂടെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ സാറിന് അറിയാവുന്ന കാര്യമാണ്, ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് സാറ് ആദ്യം 11X സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഓക്കെ ഇത് കുറേ കാര്യങ്ങളുണ്ട് എന്ന് തോന്നലുണ്ടായി സാർ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ പിന്നീടും സാറ് വന്ന് റിയൽ ആയിട്ടുള്ളൊരു പെർഫോമറായിട്ട് മാറുന്ന കാഴ്ച തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണ് എന്നുള്ളത് അറിയണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, സാറ് പെർഫോമറായി മാറുന്നു, റിസൾട്ട് എടുത്തു എന്നുള്ളത് മാത്രമല്ല, വലിയ ഗോൾസ് നമ്മൾ 100 CR മൈൽ സ്റ്റോൺ എപ്പോൾ വേണം എന്നുള്ളത് ഇന്നത്തെ ദിവസം കൃത്യമായി ഫ്രീസ് ചെയ്യുകയും സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു 1000 CR ജേണിയിലേക്കാണ് എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ നമ്മളുടെ മൂന്നാർ പ്രോഗ്രാമിലൊക്കെ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് സാർ എന്തുകൊണ്ടാണ്
ഷിഫ്റ്റ് ആക്കിയത്? അത് ആക്ച്വലി അതിൻ്റെ ആൻസർ എനിക്കറിയില്ല. സാറിനെ പരിചയപ്പെടുന്ന സമയത്ത് ശരിക്കും ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തത് ഞാനല്ലായിരുന്നു. അത് ഒരു ഇൻറ്റൻഷനലി ആ പ്രോഗ്രാമിൽ വന്ന ഒരു ഫ്ലോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ആദ്യം നമ്മുടെ മനസ്സിനകത്ത് ഇണങ്ങുന്നില്ലായിരുന്നു. പിന്നീട് നിരന്തരമായ ഒരു 5-6 മാസത്തെ കണ്ടിന്യൂസ് കണക്റ്റിൽ നിന്നപ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി, ഇത് നടക്കും എന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. ആക്ച്വലി അതിന് കൺസിസ്റ്റൻസിയിൽ ഈ സിസ്റ്റത്തിൽ കുറച്ച് കാലമെങ്കിലും നിൽക്കാൻ പറ്റിയപ്പോഴാണ് നമ്മൾ ആ പ്ലേ തുടങ്ങിയത് തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വൈകിയത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം നമ്മൾ ശരിക്കും അവിശ്വസനീയമായ രീതിയിൽ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ബിസിനസ് ഓണേഴ്സ്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺടർപ്രീനേഴ്സിന് വേണ്ടിയിട്ടാണ്, സാറിന് അറിയാം. ഓക്കെ, അപ്പോൾ അവിടെ സാറിൻ്റെ ജേർണിയിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്, സാറ് ടീം എന്ന് പറയുമ്പോൾ സാർ ടീമിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, മെഷീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എംപ്ലോയീസുമായിട്ട് ഇന്ന് ഞാൻ ഫിസിക്കലിയും കൂടി ഇരുന്ന സമയത്ത് അവർ സാറിനോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ്, അത് കിട്ടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരോട് സാറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് ടീം മെമ്പേഴ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാവണം എന്ന ഒരു വാശി പോലെയാണ് സാറ് പലതും ചെയ്യുന്നത്. അത് മാത്രമല്ല, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സപ്പോർട്ട്, വണ്ടി മേടിക്കുന്നു. അവർ പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടി കേൾക്കുന്ന ഒരു ബിസിനസ് ഓണർ. അത് നോർമലി ഓക്കെ, ടീം വളരുന്നത് ബിസിനസ് ഓണേഴ്സിന് ഇഷ്ടമാണെങ്കിലും ഇത്രയും വലിയൊരു എക്സ്പാൻഡഡ് മൈൻഡ് സെറ്റ് ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ സാർ അങ്ങനെ ഒരു തോട്ട് സാറിൽ വരാനുള്ളൊരു ക്ലാരിറ്റി എങ്ങനെയാണ്? അതൊരു ജേണിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് എൻ്റെ ആദ്യത്തെ ലീഡർ കമ്പനിയിൽ നിന്ന് വിട്ട് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സെയിം സ്ഥലത്ത് ബിസിനസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞാൻ ഒട്ടും അംബീഷ്യസ് അല്ല, എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ മനസ്സുണ്ടായതുകൊണ്ടല്ല, അന്നത്തെ എൻ്റെ ആവശ്യം അത്ര പരിമിതമായിരുന്നു എൻ്റെ ഒരു ചിന്തകൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു റിയലൈസേഷൻ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള ഗുണം, അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. പിന്നെ ഞാൻ ഇതൊരു പതിവാക്കി. അപ്പോൾ അവർക്കും ഗുണമാണ്, എനിക്ക് അതിൻ്റെ 10 ഇരട്ടി ഗുണമാണ്. നമ്മുടെ ടീമിലുള്ള ഒരാൾ ഒരു ഓൺട്രപ്രണറായിട്ട് മാറുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് വലുതാക്കിയിട്ടുള്ള ആ ബിസിനസ് ഓണേഴ്സാണ് ഇന്ന് എന്നെക്കാളും മുമ്പ് അവിടെ എത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഒരു ഉദാഹരണം ഇതേപോലെ അവരിൽ നിന്ന് നമുക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള ബിസിനസ്സുകളും ഒരു കണക്ഷൻസും അവർ നമുക്ക് തരുന്ന റിയൽ ഫീഡ്ബാക്ക്. കാരണം അവർ നമ്മുടെ ടീമിൽ നിന്ന് പോയ ആളുകളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ചോ മറ്റു കാര്യങ്ങളോ വന്ന് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് അത് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് കണക്ട് ചെയ്ത് ആ റിയൽ ഫീഡ്ബാക്ക്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നാണ് അവർ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇതുവരെ ഒരു 5ഓളം പുതിയ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നമുക്ക് എന്താ പറയുക, ഒരു ഡയറക്ടർ ബോർഡ് മാതിരിയാണ്. പക്ഷെ സാധാരണ ഇപ്പം മലയാളി ബിസിനസ് ഓണേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിലും അതുപോലെ തന്നെ UAE-ലും വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ബിസിനസ്സുകളെ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ അറിയാമെങ്കിൽ പോലും അങ്ങനെ ഒരു കൺസൾട്ടിങ് പ്രോസസ്സിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സാറിനെ കോച്ച് ചെയ്യുന്ന സമയത്ത് അത് തമിഴ് എംപ്ലോയീസ് ആയതുകൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആണോ, അല്ലെങ്കിൽ മലയാളി ടീം മെമ്പേഴ്സിന് ഡിഫറൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു ഫോർമാറ്റ് ബിസിനസ് ഓണേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ? എന്താ സാറിൻ്റെ ഒരു തോട്ട്? സാർ, അത് തമിഴ്, മലയാളി, ഹിന്ദി എന്നൊന്നും ഇല്ല. നമുക്ക് അവരുമായിട്ടൊരു റിയലായിട്ടൊരു സോൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ നമുക്ക് മനസ്സിലാവണം എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ ആ ഒരു മാജിക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്? സാറേ, നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കണം. ഓക്കെ, അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ഏജ് ഗ്രൂപ്പ്, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണോ, അതിപ്പം ഞാൻ 65 ഇയേഴ്സ് ഉള്ള ആളെയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് 21 ഇയേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ ഒരു വില കൽപ്പിക്കുമ്പോൾ അവർ നമ്മൾക്കും അതേ സെയിം തിരിച്ചു തരും. അത്രയേ ഉള്ളൂ.
യെസ് സാർ. അപ്പോൾ ടീമിൻ്റെ ഒരു ഗ്രോത്ത് സാർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഓർഗനൈസേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 1000 കോടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പർപ്പസിനെ കുറിച്ച് എപ്പോഴും ബിസിനസ് ഓണേഴ്സ് സംസാരിക്കാറുണ്ട്. ഞാനും പല ആളുകളുമായിട്ട് വളരെ ഡീപ്പായിട്ട് വണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. സാർ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, സാറിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു വൈ ഫാക്ടർ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് സാർ ഈ ഒരു ജേണി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യപ്പെടാൻ തീരുമാനിച്ചത്? അത് ഒരു കുറേ കാലത്തോളം, അടുത്ത കാലത്തോളം ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇങ്ങനെ നിലനിൽക്കായിരുന്നു. അതിൻ്റെ ഒരു ലാഗ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ പല പ്രോസസ്സുകളിലൂടെയും പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ പൊട്ടൻഷ്യൽ ഈ നേച്ചറിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക എന്നുള്ള ഒരു ലെവലിലേക്ക് ആ മെച്യൂരിറ്റി എന്ന് കിട്ടിയോ അന്ന് നമ്മുടെ സ്പീഡ് കൂടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. ഓക്കെ, സാറിൻ്റെ കഴിവിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് സാറിൻ്റെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ സാറ് കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ ആ ഒരു ആക്ച്വലൈസേഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. അതുവരെ അത് എത്താത്തതിൻ്റെ ഒരു ഭയങ്കര ലാഗ് എൻ്റെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. സാറിപ്പം എനിക്കറിയാം ഒരുപാട് ലേണിംഗ് പാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, സമയം കൊടുക്കുന്ന ആളാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില പ്രാക്ടീസുകളും കാര്യങ്ങളും എല്ലാം സാറിനുണ്ട്. അപ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ശരിക്കും ലെവണക്സുമായിട്ട് സാറ് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം? പല ടൂൾസും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്, സാർ പലതും ടീമിലേക്ക് നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഒരു ഡിഫറൻസ് ആ ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ വരുത്തിയിട്ടുള്ള ഇമ്പാക്റ്റ്? ആദ്യത്തെ ഒരു ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടൂൾസാണ്. ഇത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് എലിമെൻ്റ് ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാനായിട്ട് ഒരു 6 മന്ത്സോളം, മോർ ദാൻ 6 മന്ത്സ് ടൈം എടുത്തു. പിന്നെ അതിൽ ചില ടൂളുകൾ നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് പിന്നെ ബാക്കിയുള്ള ടൂളുകളിലേക്ക് നമ്മളെ ഡ്രൈവ് ചെയ്തു. ഇനിയും ഒരു കംപ്ലീഷൻ പാർട്ടിൽ എത്തിയിട്ടില്ല, പക്ഷേ കുറച്ച് ടൂളുകളും കുറച്ച് നമ്മുടെ കൺസിസ്റ്റൻസി, 11Xൽ എപ്പോഴും കൂടുതൽ പറയുന്ന ആ ഒരു അട്ടർമോസ്റ്റ് ക്ലാരിറ്റി, ഇത് ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ ഞങ്ങൾ ആദ്യം പരീക്ഷിച്ചത് ക്യാഷ് ഫ്ലോയിലാണ്. അപ്പോൾ അതിൻ്റെ ഹ്യൂജ് ഡിഫറൻസ് ക്യാഷ് ഫ്ലോയിൽ വന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടൂളുകൾ ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നു. ഇത് വലിയ വലിയ സ്ട്രാറ്റജികളല്ല, ചെറിയ ടൂളുകൾ ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലത്തിൽ. അല്ല, ആദ്യം ഭയങ്കര ടഫാണെന്ന് സാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ വ്യക്തി തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുകയാണ്. അത് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും ഈ കൺസിസ്റ്റൻസി ശീലമില്ലാത്തതിൻ്റെ ഒരു ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി മാക്സിമം 2 ആഴ്ചയാണ് കൺസിസ്റ്റൻസി, അത് കഴിഞ്ഞാൽ അത് വിടും, അടുത്ത സ്ട്രാറ്റജി. ഇപ്പോൾ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയത്? ഇപ്പോൾ നമ്മളങ്ങനെ എങ്ങനെ നമ്മുടെ കൂടെയുള്ള ബാക്കി 11X ഫൈറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ സാറിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ റിയൽ ആ ഒരു ചേഞ്ച് എങ്ങനെ എനിക്ക് പറ്റി എന്നുള്ളത്. ശരിക്കും ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു 30% കൂടുതൽ ഇനിയും അലൈൻ ആയിട്ടില്ല എന്ന് വേണം പറയാൻ നമ്മുടെ ടൂളുകളിൽ. എന്നാൽ പോലും അതിൽ നമ്പറുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിഫറൻസ് ഹ്യൂജാണ്. അപ്പോൾ ടീം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇനി കൂടുതൽ, സാറ് ഇന്ന് അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് SOP ഇല്ല, SOP ഇനി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ടീം ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അതിലേക്ക് നിർബന്ധിതമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരണം ഇതെന്തിനാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എൻ്റെ ടീമിനോടും പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ 30 CR ഈ വർഷം ഹിറ്റ് ചെയ്യുന്നു, 25+ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 18 CR തുടങ്ങിയ ഗെയിമാണ്. വളരെ ഷോർട്ട് ടൈമിലാണ് ഇത്രയും റിസൾട്ട്, ഫൈനാൻഷ്യൽ ഇമ്പാക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത്. ഇതാണല്ലോ ബിസിനസിന്റെ റിയൽ റിസൾട്ട് എന്ന് പറയുന്നത്, വിത്ത് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ സാറിൻ്റെ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 100 CR ഫോക്കസ് ചെയ്യാണ്. അന്നും ഞാൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും. അത് എത്ര ടൈമിൽ സാറിൻ്റെ കൂടെ ഇതുപോലെ ഇരിക്കാനായിട്ടുള്ള അവസരം, സാർ ഒരു റിയൽ 11X ഫൈറ്ററായിട്ട് ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏത് സമയത്തേക്ക് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഞാനൊരു എവിഡൻസ് പോലെ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ. ഇനിയും കറക്റ്റ് 2 ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് ആ അച്ചീവ്മെൻ്റ് എടുക്കണം, ആ മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ
ആക്ഷനബിൾസ് എല്ലാം സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഏതെല്ലാം ഏരിയയിൽ നിന്ന് എത്ര ഗ്രോത്ത് എടുക്കണം, എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും 11X ടീമിൻ്റെയും എല്ലാ ബാക്കി 11X ഫൈറ്റേഴ്സിൻ്റെ എല്ലാം സപ്പോർട്ടോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് 100% 2 years, അതായത് ഇപ്പോൾ 2028 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റും. ഉറപ്പിക്കാമോ? യെസ്. എന്തായാലും സാറിൻ്റെ ഈ കോൺഫിഡൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സുധീർ സാറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ട്രാൻസ്ഫോർമേഷൻ ചെറിയ പീരീഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബിസിനസ് ഓണറാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിലാണ് ചില ആളുകൾക്ക് വലിയ റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് നടന്നിട്ടുള്ള 11X റൗണ്ട് ടേബിൾ മീറ്റപ്പിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിയിൽ എന്നെ തിരിച്ചൊന്ന് കോൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഫീൽ ഉള്ളിൽ വരികയാണ്. ഞാൻ ഇന്നു മുതൽ ഈ സിസ്റ്റത്തിനോട് കമ്മിറ്റഡ് ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ജേണി എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ഡിസ്കഷന് തീർച്ചയായിട്ടും സുധീർ സാറിനെ 11X ടീം ഇൻവൈറ്റ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് 100% കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് 11X ടീമും അതുപോലെ മെഷ്യൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ടീമും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിതിൻ 2 years ഒരു 100 CR അച്ചീവ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറായിട്ട് അദ്ദേഹത്തിന് വരാനായിട്ടുള്ള ഫുൾ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സക്സസ്സുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ബിസിനസ്സുകൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും മിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ടോട്ടൽ ടീമിനും ആ വിഷസ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സുധീർ സാർ. യെസ്.